ദീപാവലി ദിവസം പള്ളിവേട്ട് മഹോത്സവം നടക്കുന്ന തുറവൂർ മഹാക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു അവിടുത്തെ ദീപക്കാഴ്ചയൊക്കെ കാണണം എന്നുള്ളത്. പക്ഷേ മഴയായതുകൊണ്ട് അത് കാണാൻ സാധിച്ചില്ല. ഭയങ്കര ജനത്തിരക്കായിരുന്നു. ആ വഴിയിലേക്ക് എത്താൻ തന്നെ ഒരു 10 മിനിറ്റോളം എടുത്തു. തുറവൂർ ക്ഷേത്രം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നരസിംഹമൂർത്തി ക്ഷേത്രമാണ്. അവിടെ നരസിംഹമൂർത്തി കൂടാതെ സുദർശനമൂർത്തിയെയും ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ പള്ളിവേട്ട് മഹോത്സവം ആയതുകൊണ്ട് തന്നെ നല്ല ജനത്തിരക്കുണ്ടായിരുന്നു. 10 ആനപ്പുറത്തുള്ള ഉത്സവമായിരുന്നു. അപ്പോൾ ആനപ്രേമികളും മേളമൊക്കെ ആസ്വദിക്കുന്ന ഇഷ്ടംപോലെ ആളുകൾ ഈ പഞ്ചാരി മേളമൊക്കെ കേൾക്കാനായിട്ടുണ്ടായിരുന്നു. കുറേ ചെറുപ്പക്കാർ മേള ആസ്വദിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അമ്പലത്തിൻ്റെ ചുറ്റുമൊക്കെ പ്രദക്ഷിണം ചെയ്ത് ആനയെയും മേളമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെയൊരു ദിവസം കിട്ടിയത് തന്നെ വളരെ നന്നായി എന്ന് തോന്നി. നരസിംഹമൂർത്തിയും സുദർശനമൂർത്തിയൊക്കെ കൺകുളിർക്കെ കാണാൻ കഴിഞ്ഞു. അമ്പലത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആളുകളെല്ലാം പുറത്ത് സ്റ്റേജിൽ നടക്കുന്ന പരിപാടികളും പിന്നെ ഈ ഉത്സവമൊക്കെ കാണാനായിരുന്നു അവിടെ തിരക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ തിരക്ക് കുറവായിരുന്നു. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു ഉള്ളിൽ. സമാധാനപൂർവ്വം വളരെ ഭംഗിയോടുകൂടി ഭഗവാനെയൊക്കെ തൊഴുത് മേളമൊക്കെ ആസ്വദിച്ച് അങ്ങനെ കുറേ സമയം അവിടെ ചിലവഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പതിയെ പുറത്തേക്ക്. ഇതൊരു മഹാക്ഷേത്രമാണ്. ഇവിടെ വലിയ യാഗങ്ങളൊക്കെ നടക്കാറുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിൽ വരണം കേട്ടോ. വരാൻ എളുപ്പമാണ്. കാരണം എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റിയും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഇവിടെ എത്താൻ ലഭ്യമാണ്. NH 66 തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഇവിടെ എത്താൻ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല.